കാട്ടുപന്നി പിടിച്ച് രക്ഷപ്പെടുത്തിയൊരു കഥയാണ് പറയാൻ പോണത്. പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെയൊക്കെ കാട്ടുപന്നി ഭയങ്കര ശല്യമാണെന്ന്. ഈ ഫ്രണ്ടേ പോണ 3 പേരാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇവിടെ ഒരു പൊട്ടക്കേണ്ടിൽ ഒരു കാട്ടുപന്നി കിടപ്പുണ്ടെന്ന്. ഞാൻ വിചാരിച്ച് വലിയ പന്നിയായിരിക്കും. ഞാൻ ചെന്ന് നോക്കിയാൽ 2 കുഞ്ഞു പന്നികളാണ്. ഇത്തിരി വലിയ കുഴിയായതുകൊണ്ട് ഈ പന്നികളെ ഫോറസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വെടിവെച്ച് കൊന്നാലാന്ന് കരുതി ഞാൻ വിചാരിച്ച് എന്തായാലും ഫോറസ്റ്റിൽ അറിയിക്കേണ്ട. ഈ ഒരു കയറെടുത്ത് കുരുക്കിട്ട് കഴിഞ്ഞാലോ എനിക്ക് ആ ഒരു പാത്രത്തിൽ കെട്ടിവെച്ച് അതിനകത്ത് കയറ്റി എടുത്ത് കളയാനായിരുന്നു തീരുമാനം. എൻ്റെ തുമ്പിൽ ഇതുപോലൊരു കുരുക്ക് കെട്ടി ഇവന്മാർ ഇതിനകത്താക്കി കഴിഞ്ഞാൽ പുറത്തെടുക്കാമെന്ന് വിചാരിച്ച്. ഒരാൾ നല്ല അവശനാണ്, പക്ഷേ മറ്റൊരാൾ കുറച്ച് ചാർജിലാണ്. അവൻ്റെ ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 തൊടി പൊക്കത്തിൽ കയറും. ഇതിലാണെങ്കിൽ ഒരു 6-7 തൊടി താഴ്ചയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവന് കയറാൻ പറ്റാതായത്. ഞങ്ങൾ വിചാരിച്ച് ഒരുത്തിന് ഒട്ടും വയ്യ, അവൻ ചിലപ്പം ചത്തു പോകുന്നതാണ് വിചാരിച്ച. അവൻ അത്രയ്ക്ക് അവശനായിരുന്നു. കയറിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ യുവമാർ ചാട്ടവും ബഹളവും ഒക്കെ തുടങ്ങി. ഇതൊക്കെ പുറമെ ഞാൻ ആദ്യം ചെന്ന് നോക്കുമ്പോൾ യുവമാർ പ്രതീക്ഷയോടെ മുകളിലോട്ട് നോക്കുന്ന ആ ഒരു നോട്ടം ഉണ്ടല്ല, വളരെ ദയനീയമായിരുന്നു. ആ പന്നികളുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇവരെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. കുരുക്കി കയറ്റാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടണോണ്ടും ഇവന്മാരെ പിടിക്കാൻ പറ്റാതായി. ഒരവശനായിട്ട് നിന്നുപോയി ശകലം ഓടിയപ്പോൾ തന്നെ അവനൊരു ക്ഷീണം വന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റായിട്ടൊന്ന് കുരുക്കിൻ്റെ കഴുത്തിലിട്ട് പയ്യെ തൂക്കിങ് എടുക്കാൻ തരും. അവൻ ഒട്ടും വയ്യാഞ്ഞിട്ടാവാം അവനെ നമ്മൾ തൂക്കിയെടുത്ത് കരയിലോട്ട് എറിഞ്ഞു. ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ പാവങ്ങൾ 2 പേരും ഇവിടെ കിടന്ന് ചത്തുപോയേ ഉള്ളായിരുന്നു. കരുതലോടെടുത്ത തീരുമാനമായതുകൊണ്ടായിരിക്കും ഇവന്മാർ 2 പേരും തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ കരുതി ഇതിനകത്ത് ഇനി കിണറിന് ഇറങ്ങിയെടുക്കാനേ പറ്റുള്ളൂ. കണ്ടുകൊണ്ടുവന്ന എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്, കിണർ ചിലപ്പോൾ ഇറങ്ങിയെടുക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇതേപോലെ ഐഡിയ വന്നത് തികച്ചും ഇവന്മാരെ ഭാഗ്യം കൊണ്ടായിരിക്കും. ഇവന്മാരെ രക്ഷപ്പെടുത്തി വിടാൻ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ആദ്യത്തെ ഒരാളെ പിടിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞാൽ ഇനി നമുക്ക് പണി ഇരുന്നിട്ടില്ല, ഇനി ഒരാളും കൂടെ ഇല്ലേ. സ്നേഹത്തോടൊരു തടവിലും കൊടുത്ത് അവനെ അങ്ങ് ഓട്ടിച്ചു. കരയിൽ കയറിയ സന്തോഷം കൊണ്ട് അവൻ പാഞ്ഞു കളഞ്ഞു. അവനെ ഇനി പിടിച്ചാൽ പോലും കിട്ടൂല. ഒരു പന്നിയെ പിടിച്ച് പുറത്താക്കി രക്ഷപ്പെട്ടെങ്കിലും 2ാമത്തെ പന്നി ഇനിയുണ്ട്. നമ്മളെ ജോലി തീർന്നിട്ടില്ല. ആ പന്നിയും കൂടെ രക്ഷപ്പെടുത്തിയാലേ നമ്മളെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും. അടുത്ത പന്നിയാണെങ്കിൽ കുറച്ച് ചാർജാണ്. മറ്റേ പന്നി കുറച്ച് വീക്കായതുകൊണ്ട് ആ പന്നിയെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റി. ഈ 2ാമത്തെ പന്നിയാണെങ്കിൽ വളരെ ചാട്ടക്കാരൻ. ആദ്യം പറഞ്ഞാൽ അവൻ്റെ ഓരോ ചാട്ടവും 2 പടി 3 പടി മുകളിലാണ് ഇവൻ ചാടിക്കൊണ്ടിരിക്കണം. ഇവൻ്റെ ചാട്ടം തന്നെയാണ് ഇവനെ രക്ഷപ്പെടുത്താനും സഹായിച്ചത്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ പന്നിയെ നമ്മൾ പിടികൂടി. ആ പന്നിയുടെ ചാട്ടം തന്നെയാണ് ആ പന്നിയെ കുരുക്കിലാക്കിയത്. കയറൊന്നും ജസ്റ്റ് മുകളിലായതും തൂക്കിയും എടുത്തു. ഈ പന്നിയുടെ ഭാഗം കൊണ്ട് മാത്രമാണ് ഈ കുഴിയുടെ അടുത്ത് പോകാൻ തോന്നിയതും അവരെ കണ്ടതും ഇതിനെ രക്ഷിക്കാൻ പറ്റിയതും. ഈ കയറിയതും മറ്റേ പന്നിയേക്കാളും സ്പീഡിലായിരുന്നു ഇവൻ്റെ ഓട്ടോ. ഇവൻ ഓടി ഏതോ കാട്ടിക്കൂടെയൊക്കെ ഓടി ആ പന്നി അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അത് കണ്ടപ്പം നമ്മളെ കൊച്ചി കയ്യടിയും തുടങ്ങി. രക്ഷാപ്രവർത്തനത്തിൽ എന്നെ കൂടെ ഭാഗമാക്കിയതിന് സന്തോഷം. രക്ഷാപ്രവർത്തനം ഇന്നിവിടെ അവസാനിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.